രാവണൻ തപസ്സിരുന്ന ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. രാവണന്റെ തപസ്സിൽ തൃപ്തനായ ബ്രഹ്മാവ് അവൻ ചോദിച്ച വരം കൊടുക്കുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ആളായി രാവണനും മാറി. അങ്ങനെ പിന്നീട് രാവണന്റെ സഹോദരി അവനെ കാണാൻ കൊട്ടാരത്തിലേക്ക് എത്തി. അവളുടെ മുഖത്ത് നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് രാവണൻ തിരക്കി. അവൾ ഒരുപാട് സുന്ദരനായ രാജകുമാരനായ രാമനെ കണ്ടു എന്നും അവനെ കണ്ട ഉടനെ തന്നെ അവനോട് ഇഷ്ടം തോന്നി അവൾ അവനോട് തുറന്നു പറഞ്ഞു എന്നും പക്ഷെ അവന് മറ്റൊരു ഭാര്യ ഉള്ളതുകൊണ്ട് അവൻ അവളുടെ ഇഷ്ടം നിരസിച്ചു എന്നും അതിന്റെ ദേഷ്യത്തിൽ അവൾ രാമന്റെ ഭാര്യയായ സീതയെ കൊല്ലാൻ നോക്കിയ സമയത്ത് രാമന്റെ അനുജനായ ലക്ഷ്മണൻ തടുത്തു എന്നും അവളുടെ മുഖത്തേക്ക് തന്നെ അമ്പെയ്തു എന്നും അവൾ രാവണനോട് പറയുന്നു. കൂടാതെ സീത ഒരുപാട് സുന്ദരിയാണെന്നും അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ രാമനേക്കാൾ രാവണനാണ് ചേരുക എന്നും അവൾ കൂട്ടി പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടതും ഒരുപാട് സന്തോഷമായ രാവണൻ അവളെയും തിരക്കിയിറങ്ങി. അങ്ങനെ രാവണൻ ഒരു ഭിക്ഷാടനക്കാരന്റെ വേഷത്തിൽ സീതയുള്ളിടത്തേക്ക് എത്തി. പക്ഷെ അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ ലക്ഷ്മണൻ ഒരു ലക്ഷ്മണ രേഖ വരച്ചു വെച്ചിട്ടായിരുന്നു അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭിക്ഷയാചിക്കാൻ വന്ന രാവണനെ കണ്ട് ഒരുപാട് പാവം തോന്നിയ സീത ആ ലക്ഷ്മണ രേഖ താണ്ടുന്നു. അടുത്ത നിമിഷം തന്നെ രാവണൻ അവളെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. ഈ കാര്യം പറഞ്ഞ രാമൻ ഹനുമാന്റെയും കുറെ വാനരന്മാരുടെയും സഹായത്തോടുകൂടി ലങ്കയെ ആക്രമിക്കാൻ തുടങ്ങി. രാമൻ ലങ്കയെ ആക്രമിച്ചു തുടങ്ങിയതും രാവണൻ തന്നെ സ്വയം പുറത്തേക്കെത്തി രാമനെ അടിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. തന്റെ ആയുധം ഉപയോഗിച്ച് തന്റെ സർവ്വശക്തിയും രാമന് നേരെ പ്രയോഗിച്ചു. ശക്തനായ രാമൻ അത് പ്രതിരോധിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ രാമൻ ഒരു അമ്പെടുത്ത് രാവണന്റെ കഴുത്തിലേക്ക് എയ്യുന്നു. ആ അമ്പ് കഴുത്തിൽ തറച്ച് രാവണൻ മരിച്ചു എന്ന് കരുതി നിൽക്കുന്ന സമയത്ത് രാവണന്റെ തനി സ്വരൂപം പുറത്തു വരുന്നു. 10 തലയോടുകൂടി ഒരു ഭീകര രൂപമായി രാവണൻ മാറുന്നു. പക്ഷെ ഇതൊന്നും കണ്ട് ഭയക്കാതെ രാമൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് രാവണനെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നു. എന്നിട്ട് സീതയെയും കൊണ്ട് തന്റെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു.